ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും വലിയൊരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നവർക്ക് ഏറ്റവും അധികമായിട്ട് പ്രലോഭനങ്ങളുണ്ടാകും. കാരണം നമ്മൾ ദൈവത്തോട് അടുക്കുമെന്നും വചനം വായിക്കും തോറും നമുക്ക് കൃപ ലഭിക്കും, ജപമാല ചൊല്ലും തോറും കൂടുതൽ കൃപ ലഭിച്ചുകൊണ്ടിരിക്കും, ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റും, ഒത്തിരി ആത്മാക്കളെ രക്ഷ പ്രാപിക്കും. ഇതൊക്കെ പിശാചിനറിയാം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക്, ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്ന ദൈവമക്കൾക്ക് ഒരുപാട് സഹനം ഉണ്ടാകും, അതായത് പ്രലോഭനങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ പ്രലോഭനങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈശോ അറിഞ്ഞില്ലേ തരുന്നതെന്ന്. തീർച്ചയായിട്ടും ഈശോ ഇത് കാണുന്നുണ്ട്. പക്ഷേ പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കും. അത് ശിഷ്യന്മാർക്കും ഇത്തരം പ്രലോഭനങ്ങൾ ഉണ്ടായതായിട്ട് നമുക്കറിയാം, അല്ലേ? ഇങ്ങനെ പ്രലോഭനങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അവിടെയാണ് നമ്മൾ വിശ്വാസം കൂടുതൽ വളർത്തുകയും പ്രാർത്ഥന കൂട്ടുകയും ചെയ്ത് സാത്താനെ തോൽപ്പിച്ച് മുന്നേറേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ടൊരു പ്രലോഭനത്തിലൂടെ ഞാൻ കടന്നു പോവുക. ഒരിക്കലും ഇല്ലാത്തതുപോലുള്ള പ്രലോഭനമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്നാൽ ഞാനത് ആഗ്രഹിക്കാത്ത, ദൈവത്തിനെതിരെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അങ്ങനെ വളരെയധികം സങ്കടത്തിലിരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് സംസാരിക്കുന്നില്ല. ഒരാഴ്ചയോളം മൗനം, ഒന്നും മിണ്ടുന്നില്ല, ഒന്നുമില്ല. അദ്ദേഹം വരുന്നു, അദ്ദേഹം സംസാരിക്കുന്നൊന്നുമില്ല. അപ്പോൾ എനിക്ക് ആകെപ്പാടെ വിഷമമായി. ഞാൻ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരാളാണ്. ഒരു തരത്തിലും വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നൊരു രാത്രി, ഒരു 12 മണി 1 മണി രാത്രി ആയപ്പോഴൊന്നും എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പരിശുദ്ധാമ്മയുടെ അരികിലിരുന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ വിഷമങ്ങൾ പറഞ്ഞിട്ട് ചോദിച്ചു, അമ്മേ, എനിക്കെൻ്റെ ഭർത്താവ് ഒരുപാട് ഹസ്ബൻഡിനെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു അവസ്ഥ എനിക്ക് ഇങ്ങനെ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താ? ഇതിൽ നിന്നും എനിക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എന്നാ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി വിഷമങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് രാത്രി ഒരു 1 മണിയൊക്കെ ആയപ്പോഴും ഈശോയുടെ അടുത്തിരുന്ന്, പരിശുദ്ധാമ്മയുടെ കൂടെ ഇരുന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കിടന്നിട്ട് ഉറക്കം വന്നില്ലായിരുന്നു. പക്ഷേ മനസ്സിൽ ദൈവത്തോടുള്ള വലിയ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. അങ്ങനെ എപ്പോഴാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ ഞാനൊരു ദർശനം കണ്ടു. എൻ്റെ അരികിലുള്ളത് റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ ഒരു രൂപമാണ്. അത്യാവശ്യം വലിയൊരു രൂപമാണ്. ആ റോസാമിസ്റ്റിക്ക മാതാവ് ഇരിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേനെ ഒരു മേശയുടെ മുകളിൽ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ആ മേശയുടെ മുകളിൽ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ രൂപം ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ആ രൂപം തല കുനിച്ച് നിന്നിട്ട് അമ്മയുടെ മുഖത്ത് നിന്നും ഒറിജിനൽ മാതാവിൻ്റെ മുഖം, ജീവനുള്ള മാതാവിൻ്റെ മുഖമായി മാറിയിട്ട് ആ കണ്ണിൽ നിന്നും കണ്ണുനീര് ഇങ്ങനെ കുടുകുടാ ഒഴുകുന്നത് എനിക്കൊരു ദർശനം കിട്ടി. ഈ ദർശനം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി. കാരണം എന്തുകൊണ്ടാണ് അമ്മ കരയുന്നതെന്നും മുഖത്ത് എന്തിനാണ് അമ്മ ഇത്രമാത്രം വിഷമം അമ്മയുടെ മുഖത്തിങ്ങനെ വരുന്നതെന്നും എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴൊക്കെ ഈ ഒരു കാര്യം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. അങ്ങനെ ഇതിനെപ്പറ്റി ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അമ്മ കരയാൻ കാരണം, ഒന്ന്, ഞാൻ എൻ്റെ സങ്കടം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ ആ സങ്കടത്തിൽ അമ്മ പങ്കാളിയായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ അങ്ങനെ ഇതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് പ്രിയപ്പെട്ട ഒരു ആത്മീയ ശുശ്രൂഷകനെ വിളിച്ചു. ഇദ്ദേഹത്തോട് ഞാൻ കാര്യം ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: പ്രാർത്ഥിക്കുക, അധികമായിട്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് കുടുംബത്തിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല, വലിയ ശുശ്രൂഷയിലേക്ക്, വലിയ കൃപകളിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് അമ്മ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിനുശേഷം ഒരു ജീവിതത്തിലുണ്ടായൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രലോഭനങ്ങൾ എന്നെ വിട്ടുപോയി എന്നുള്ളതാണ്. വളരെ ശക്തിയോടെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഹല്ലേലൂയ. ജപമാല, സമ്പൂർണ്ണ ജപമാല ചൊല്ലാതെ ഞാൻ കിടക്കത്തില്ല. അതുപോലെ കരുണക്കൊന്തയല്ല, രക്തകണ്ണീൻ്റെ ജപമാല എല്ലാ ദൈവമക്കൾക്കും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും, അങ്ങനെ ബൈബിള് മുടങ്ങാതെ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കാനും ഒക്കെ എനിക്ക് പറ്റി. പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ജപമാല മുടങ്ങാതെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ആത്മീയ അഭിഷേകവും സന്തോഷവും ആനന്ദവും കിട്ടാൻ തുടങ്ങി. അതുമാത്രമല്ല, പരിശുദ്ധ അമ്മയുടെ വളരെയധികം സാന്നിധ്യം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ആദ്യത്തേക്കാളൊക്കെ ഒരുപാട് ഇതായിട്ട്. കാരണം ഞാൻ അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ അത് കേൾക്കുന്നുണ്ട് എന്ന അമ്മ എനിക്ക് അനുഭവം തരാനായിട്ട് തുടങ്ങുകയായിരുന്നു. അങ്ങനെ അതിൻ്റെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചമായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. പ്രാർത്ഥിച്ച് മുന്നേറുക എന്നത് നമ്മുടെ മാത്രം ലക്ഷ്യമല്ല. നമ്മുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക വഴി ഒരുപാട് ആത്മാക്കൾ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമുക്ക് ചുറ്റുമുള്ളവർ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മാത്രം രക്ഷപ്പെടാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടി നമ്മളെ ദൈവം ഒരുക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ മാതാവിനോടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവർ നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സങ്കടത്തിൽ അവർ പങ്കാളികളാണ്. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, എന്തേ ഉത്തരം തരാത്തതെന്ന്. സത്യത്തിൽ ഞാനും ഇതുപോലെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ ചോദിച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മ കണ്ണീര് വാർത്തുകൊണ്ടൊരു ദർശനം എനിക്ക് തന്നത്. ഇന്നും എൻ്റെ മനസ്സിൽ അമ്മയുടെ മുഖമുണ്ട് കേട്ടോ. കാരണം ഞാൻ കരഞ്ഞപ്പോൾ അമ്മ എന്നോടൊപ്പം കരയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണെങ്കിൽ നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഓരോ തുള്ളി കണ്ണീര് വീഴുമ്പോഴും ആ ദൈവമാതാവ് ആ കണ്ണുനീര് തുടയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ കണ്ണുനീരായി അത് മാറുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്തുന്നു, അല്ലേ? പരിശുദ്ധ അമ്മയെ കുറ്റപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സഹനങ്ങൾ വന്നാലും ഉണ്ടല്ലോ, ഒറ്റ കാര്യം അന്ന് ആ ഒരു ശുശ്രൂഷകൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുള്ളൂ, പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിലൊരു മദ്യപാനി ഉണ്ടെങ്കിൽ, മറ്റുള്ള നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ, അവർ നമ്മളെക്കാളും ഇരട്ടിയിലധികമായിട്ട് അഭിഷേകത്തിൽ വരും നമ്മളെക്കാളും. അപ്പോൾ അവർക്ക് വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിക്കാൻ ദൈവം പറയുകയായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങളായിരുന്നു ഈ 2-3 ദിവസത്തിനുള്ളിൽ നടന്നത്. കൂടുതലായിട്ട് അമ്മയുടെ സാന്നിധ്യവും സ്നേഹവും ഞാൻ അനുഭവിച്ച നാളുകൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് വെറും ഒരു തോന്നലല്ല, യഥാർത്ഥത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ അധികം ശക്തിയോടെ, വളരെ സൂക്ഷിച്ച്, വളരെ നമ്മൾ ആത്മീയ ജീവിതത്തിലാവുമ്പോൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, അല്ലേ? നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച്, അമ്മയോട് നിങ്ങളുടെ വേദനകളൊക്കെ പങ്കുവെച്ച്, അമ്മയുടെ കൈ പിടിച്ച് നിങ്ങൾ ഈശോയിലേക്ക് നടന്നു പോവുക. ദൈവം നിങ്ങളെ സഹായിക്കും.